2024 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉപസംഭരണം എന്നൊരു വിധി പ്രഖ്യാപിച്ചുവെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ദുർബല വിഭാഗങ്ങൾക്കും മറ്റ് ആദിവാസി മേഖലയിലുള്ള പ്രാർത്ഥനാ ഗോത്രങ്ങൾക്കും ഉണ്ടായിരുന്ന അനുകൂലമായിട്ടുള്ള വിധിയാണ്. ആ വിധി നടപ്പായി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണവും അത് നടപ്പാക്കി കിട്ടാനുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ ഏർപ്പെടുത്തിയിട്ട് അന്വേഷണങ്ങൾ നടത്തിയിട്ട് ഉപസംഭരണം നടപ്പാക്കി തരണമെന്നുള്ള അഭ്യർത്ഥനയാണ് നമുക്കുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടുതൽ 2024 ആഗസ്റ്റ് 1-നാണ് ഈ വിധി. അതിൽ കഴിഞ്ഞ 1997 മുതൽ സംസ്ഥാന സർക്കാർ അരുന്ധതിയാർ, ചക്ലിയാർ, നായാടി, വേടം തുടങ്ങിയ കമ്മ്യൂണിറ്റികളെ ഒരു പ്രത്യേകം വണറബിൾ കാസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് തരംതിരിച്ചുകൊണ്ട് അവർക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു പ്രത്യേകം പദ്ധതികൾ രൂപീകരിക്കുന്നുണ്ട്. ആ ഭരണഘടനാ അവകാശത്തിന്റെ മേൽ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം നിലവിൽ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. അതായത് ഈ വിഭാഗങ്ങൾ, ഈ 4 വിഭാഗങ്ങൾ, അതുപോലെ തന്നെ പ്രാർത്ഥന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ST വിഭാഗങ്ങൾ ഉദ്യോഗ തലത്തിലേക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നോട്ടുള്ള ആ പ്രയാണത്തിലേക്കൊക്കെ തന്നെ ഇവരുടെ പ്രാതിനിധ്യം കുറവാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം സുപ്രീം കോടതി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാന